ജ്യോതിഷ പങ്ക്തിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് വിചിന്തനം ചെയ്യുന്നത് വിഷുഫലത്തെക്കുറിച്ചാണ്. 2024 ഏപ്രിൽ മാസം 13-ാം തീയതി, അതായത് 1199 ആണ്ട് മീനമാസം 31-ാം തീയതി ശനിയാഴ്ച രാത്രി 8:51 മകയിരം നക്ഷത്രം 4-ാം പാദം ശുക്ലപക്ഷത്തിലെ ഷഷ്ടിതിഥിയും വരാഹകരണവും ശോഭനാനാമ നിത്യയോഗവും ഒത്തുവന്ന ദിവസം ആകാശ ഭൂതോദയം കൊണ്ട് മേടം രവി സംക്രമം. മേടം രാശിയിലേക്ക് ആദിത്യൻ മാറുന്ന സമയമാണ് ഞാൻ പറഞ്ഞത് ഈ പ്രാവശ്യം വിഷുവിന്. ആ സമയത്തെ ഗ്രഹങ്ങളുടെ സ്ഥിതി എങ്ങനെയാണ്, അത് അനുസരിച്ചാണ് വിഷുഫലം പറയുന്നത്. ഇന്ന് മകയിരം നക്ഷത്രക്കാരുടെ വിഷുഫലമാണ് പറയുന്നത്. മകയിരം നക്ഷത്രക്കാർക്ക് ഈ വിഷുവിന് ശേഷം ഉയർന്ന ഭാഗ്യാവസ്ഥകൾ വന്നിച്ച് ക്ലേശങ്ങളൊക്കെ മാറും. 2 രാശികളിലായിട്ടാണ് മകയിരം നക്ഷത്രക്കാര് സ്ഥിതി ചെയ്യുന്നത്. ആദ്യത്തെ 1-2 പാദങ്ങൾ ഇടവം രാശിയിലും 3-4 പാദങ്ങൾ മിഥുനം രാശിയിലുമായിട്ട് സ്ഥിതി ചെയ്യും. അങ്ങനെയുള്ള ഈ ഒരു നക്ഷത്രത്തിൻ്റെ ഗ്രഹങ്ങളുടെ സ്ഥിതി അനുസരിച്ച് വിഷു ഫലം വളരെ അനുകൂലമാണ്. വിഷുഫലം ഒരു കാർഷിക വിളവെടുപ്പിൻ്റെ ഉത്സവം കൂടിയാണ്. സമ്പത്തിൻ്റെയും സമൃദ്ധിയുടെയും ഒരു വർഷത്തേനാണ് വിഷുഫലം നിലനിൽക്കുന്നത്. എത്ര കഷ്ടനഷ്ടങ്ങളൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവരായാലും അതൊക്കെ മാറി, അതായത് ഒരു 1-ാം തീയതി നമ്മളൊരാൾ ഒരു വീട്ടിൽ നല്ലയാൾ വന്നു കയറിയാൽ ആ മാസം മുഴുവൻ നല്ലതാണെന്ന് പറയും. അത് വന്നു കയറിയിട്ട് മോശമാണെങ്കിൽ മോശമാണെന്നും പറയും. ചിലപ്പോൾ നമുക്ക് വളരെയധികം കഷ്ടതയുള്ള സമയങ്ങളിലായിരിക്കും ഒരു 1-ാം തീയതി നല്ല ഒരു ആൾ വന്ന് കയറുന്നത്. ആ മാസം മുഴുവൻ നമുക്ക് ഐശ്വര്യപ്രദമായി. അതുപോലെയാണ് ഈ വർഷം മകയിരം നക്ഷത്രക്കാർക്ക് വിഷുഫലം ഐശ്വര്യപ്രദമാണ്. കാലാവസ്ഥ അനുകൂലമാണ്. പ്രത്യേകിച്ച് കാർഷിക മേഖലകളിലൊക്കെ ജോലി ചെയ്യുന്നവർ കൃഷി കാലാവസ്ഥയെ ആശ്രയിച്ചാണ് സ്ഥിതി ചെയ്യുന്നത്. ആവശ്യത്തിന് മഴ ലഭിക്കുകയും വേനൽക്കാലം ലഭിക്കുകയും മഞ്ഞുകാലം ലഭിക്കുകയും ചെയ്യുന്ന കാലമായതിനാൽ കൃഷിക്കാർക്കും കൃഷിയുടെ അനുബന്ധ തൊഴിലുകളൊക്കെ ചെയ്യുന്നവർക്ക് നല്ല കാർഷിക വിളവൊക്കെ ലഭിക്കുന്നതിനും വിളവിന് സാമാന്യം ഭേദമായ വിലകൾ ലഭിക്കുന്നതിനും സൂചനയുണ്ട്. അത് ഭക്ഷണത്തിന് ഉപയോഗിക്കുന്ന വിളകളായാലും മറ്റ് നാണ്യവിളകൾ, റബ്ബർ, കൊക്കോയ്, കുരുമുളക്, ഇഞ്ചി, ഏലം ഇങ്ങനെയുള്ള വിളകൾക്കും മറ്റ് കാർഷിക വിളകൾക്കും നെല്ല്, പച്ചക്കറികൾ, പഴവർഗ്ഗങ്ങൾ അങ്ങനെയുള്ള വിളകൾക്കെല്ലാം അനുകൂലമായിരിക്കുന്ന ഒരു കാലാവസ്ഥയാണ്. കൃഷിക്കാർക്ക് മാത്രമല്ല, മറ്റ് മെഡിക്കൽ രംഗത്ത് ജോലി ചെയ്യുന്നവരായാലും IT മേഖലയിൽ ജോലി ചെയ്യുന്നവരായാലും സർക്കാർ ജീവനക്കാരായാലും ഒക്കെ വളരെ നല്ല ആനുകൂല്യം അനുഭവത്തിൽ വന്നിച്ചു. അതായത് ഉൽപ്പാദിത മേഖലകളിൽ ജോലി ചെയ്യുന്ന എല്ലാവർക്കും വിജയം തരുന്ന ഒരു വർഷമാണ് ഈ വിഷുവിന് ശേഷം കാണുന്നത്. ആരോഗ്യം പൊതുവെ തൃപ്തികരമായി. ജീവിതശൈലി രോഗങ്ങളൊക്കെ ഉള്ളവർ കൃത്യമായിട്ട് മെഡിസിനൊക്കെ കഴിക്കുകയും ഒക്കെ ചെയ്യുന്നത് വളരെ നല്ലത്. യാത്രാമധ്യമൊക്കെ ഒരു സുഹൃത്തിനെയൊക്കെ കണ്ട് എത്തുകയും പരിചയപ്പെടുകയും അത് മുഖാന്തരം നല്ല ഓഫറുകൾ ജോലി സംബന്ധമായിട്ട്, തൊഴിൽ സംബന്ധമായിട്ട്, സാമ്പത്തികമായിട്ട് ഒക്കെ പരസ്പരം സഹായിക്കുന്നതിനും വിജയിക്കുന്നതിനും യോഗമുണ്ട്. അതുപോലെ ഈ വർഷം വിഷുവിന് ശേഷം തൊഴിലില്ലാത്ത വ്യക്തികൾ, മധ്യവയസ്കരാകട്ടെ യുവതി യുവാക്കളാകട്ടെ, നല്ല ഒരു തീരുമാനം എടുക്കുവാനും ഒരു തൊഴിൽ സ്വന്തമാക്കുവാനും സാധിക്കുന്ന ഒരു വർഷം. അത് മുഖാന്തരം സാമ്പത്തിക അഭിവൃദ്ധി വന്നു ചേരുവാനും യോഗമുണ്ട്. നല്ല ഐശ്വര്യമുള്ള ഒരു വർഷം. വിദ്യാധനം സർവധനാൽ പ്രധാനം എന്നാണല്ലോ ചൊല്ല്. വിദ്യാധനം വിദ്യാർത്ഥികളായിരിക്കുന്നവർക്ക് ലഭിക്കുന്ന ഒരു വർഷമാണ്.
നല്ല അധ്യാപകരെ ലഭിക്കും. അധ്യാപകർക്ക് നല്ല വിദ്യാർത്ഥികളെ ലഭിക്കും. വിദ്യാഭ്യാസ രംഗം പൊതുവെ സന്തോഷപ്രദവും ഐശ്വര്യപ്രദവുമായി. പഠിച്ചിറങ്ങുന്ന വിദ്യാർത്ഥികൾക്ക് മനസ്സിനിണങ്ങിയ രീതിയിൽ ഒരു ജോലി ലഭിക്കുന്നതിനുമൊക്കെ അനുകൂല്യമാണ്. അതുപോലെ തന്നെയാണ് ഏജ് ഓവറായിട്ട് നിൽക്കുന്ന യുവതി യുവാക്കൾക്ക് ഒരു വിവാഹം വന്ന് നടക്കുന്നതിനും മകയിര നക്ഷത്രക്കാർക്ക് യോഗമുണ്ട്. വിവാഹം കഴിച്ച് ദമ്പതികളായിട്ട് ജീവിക്കുന്നവർക്ക് ഐശ്വര്യപ്രദമായി സന്തോഷകരമായ രീതിയിൽ കുടുംബജീവിതം നയിക്കുന്നതിനും പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുന്നതിനും ഉല്ലാസയാത്ര പോകുന്നതിനും ഒക്കെ യോഗമുണ്ട്. വാഹനം സ്വന്തമായിട്ട് കൈകാര്യം ചെയ്യുന്നവർ അതീവ ജാഗ്രത ആവശ്യമാണ്. അസമയത്തെ യാത്രകളൊക്കെ ഒഴിവാക്കും. എഗ്രിമെന്റ് പേപ്പറുകൾ ഒപ്പുവയ്ക്കുന്നത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. പ്രധാനമായിട്ട് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്ര ദർശനം ചെയ്യുന്നത്, പ്രാർത്ഥിക്കുന്നതും ശാസ്താവിന് നീരാഞ്ജനം പോലെയുള്ള വഴിപാടുകൾ ചെയ്യുക, നാഗരാജാവിന് മഞ്ഞപ്പൊടിയൊക്കെ വെച്ച് സമർപ്പിച്ച് പ്രാർത്ഥിക്കുക വളരെ ഐശ്വര്യപ്രദമായിരിക്കും. എല്ലാവർക്കും നന്മ വരുവാനായിട്ട് പ്രാർത്ഥിക്കും. ഞാൻ ഹരികുമാർ, ദേവി ജ്യോതിഷാലയം, കാവുംപടി, മണർകാട്, കോട്ടയം. ഈ ചാനൽ പേര് നക്ഷത്രവും ചേർത്ത് കമൻറ്റ് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുന്നവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നതാണ്. ജ്യോതിഷ കാര്യങ്ങൾക്ക് നേരിട്ട് വരികയോ ഫോൺ വിളിച്ച് ചോദിക്കുന്നതിനും അവസരമുണ്ടായിരിക്കുന്നതാണ്.